ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ളൊരു പായസം റെസിപ്പി ഉണ്ട്. അതുപോലെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഈദ് ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മറക്കാതെ എല്ലാവരും ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞാലേ നിങ്ങൾ ലൈക്ക് മറക്കാതെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ലൈക്കും നിങ്ങളെ കമൻറ്റും ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ ചെയ്തിട്ട് പോകണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങളുണ്ട്, കുറച്ച് തിരക്കുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഒരു ക്വിക്ക് ക്ലീനിങ് ആണ് കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളുണ്ട്, അങ്ങനെ അതിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അതിനായിട്ടൊരു സമയം കണ്ടെത്തണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബെഡ്റൂമൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി ഒന്ന് തട്ടി മാറ്റട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും മാറ്റുന്നൊന്നുമില്ല, കാര്യം ഇനിയിപ്പോൾ പെരുന്നാളിലേക്കായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും മാറ്റേണ്ടതാണ്. അപ്പോൾ ഒക്കെ ഒന്ന് തട്ടി വിരിച്ച് ഒന്ന് ക്ലീനാക്കി വെക്കട്ടെ. എന്നും ശരിക്കും ഒരു ഓർഡറിൽ നമ്മൾ പണി പോവുകയാണെങ്കിൽ, അതായത് രാവിലെ നമ്മൾ എണീറ്റ് നമ്മൾ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ കുളി കാര്യങ്ങളൊക്കെ കഴിയുകയാണ്, അതെങ്ങനെയാണ് രാവിലെ ചെയ്യുക, അപ്പോഴത്തേക്കും നമ്മൾ കിച്ചണിൽ സമയം വൈകൂലേ അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മളതൊരു ഓർഡറിൽ അതൊരു നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ശീലമാക്കി എടുത്തു കഴിഞ്ഞാലേ അത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. അതായത് കുളി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു അകമൊക്കെ ക്ലീൻ ചെയ്യുക, ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്ത് അകമൊക്കെ ക്ലീൻ ചെയ്യുക, ആ ഒരു റൊട്ടീന്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുക. ഇനിയിപ്പോൾ അല്ലെങ്കിൽ സമയം കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ ഫ്രഷ് ആയാലും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതിന് ശേഷം കാരണം കുട്ടികൾ സ്കൂളിലേക്ക് വിടുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ അവർക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സമയം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിലേക്കും, പിന്നെ ഫാമിലിയിൽ കുറേ മെമ്പേഴ്സൊക്കെ ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ഓരോരോ പണികളായിരിക്കും ഓരോരുത്തർക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങളെ വീട്ടിൽ എന്താണോ കാര്യങ്ങൾ അതിനനുസരിച്ച് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തു പോരും കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഒരു ഓർഡറിൽ എന്നും ചെയ്യുകയാണെങ്കിലേ നല്ല സ്പീഡാവും. ഈ പണികളിൽ സ്പീഡ് കിട്ടാത്തവർ, അല്ലെങ്കിൽ ഒരു പണിയെടുത്തു അടുത്ത പണി മറന്ന് പിന്നെ അപ്പുറത്ത് തന്നെ പോയി പിന്നെ തിരിച്ചു വന്ന് അങ്ങനെ നമുക്ക് സമയം കുറേ വെറുതെ ഇങ്ങനെ കറങ്ങി തിരിയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ, അപ്പോൾ അത് സ്വന്തം നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് തന്നെ അറിയാലോ. ചിലർ വേഗം പണിയെടുക്കാൻ വേണ്ടി ചിലർക്ക് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് അവർ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു പണി കഴിഞ്ഞ് അടുത്തത് ചിന്തിച്ച് വേഗം അത് ചെയ്ത് അങ്ങനെ പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒരുപാട് ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണികൾ തീരും കേട്ടോ. ഒരാഴ്ച നിങ്ങൾ അങ്ങനെ ഒരു ഓർഡറിൽ ഒരു ഓർഡർ ഇല്ലാത്തവർ അങ്ങനെ ഒരു ഓർഡറിൽ ചെയ്ത് നോക്കട്ടെ. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേഗം ചെയ്ത് തീർക്കേണ്ട പണികൾ ആദ്യം ചെയ്ത് അങ്ങനെ ഒരു ഓർഡറിൽ ചെയ്ത്, ഇപ്പോൾ ഞാൻ അകം ഫ്രഷ് ആയാലൊക്കെ കഴിഞ്ഞിട്ട് അകമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്നു, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകുന്നു, മുറ്റടിക്കുന്നു, അങ്ങനെ ഒരു ഓർഡറിൽ ചെയ്യുകയാണെങ്കിലേ അടുത്ത ദിവസം അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് നമ്മളെ മൈൻഡിൽ അവിടെ ഒരു ഫിക്സ് ആയി അത്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ ഒരു മണിക്കൂറിൽ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ, ഇപ്പോൾ 2 മണിക്കൂറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളത് 1 മണിക്കൂറിലേക്ക് അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിലേക്ക് നമുക്ക് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മളെ പണികൾ നമുക്ക് സ്പീഡിൽ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം നമ്മളതായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഇനിയിപ്പം നമുക്കൊരു ഗാർഡനൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിലേക്കൊന്നും സമയം കിട്ടുന്നില്ല, വെള്ളം ഒഴിക്കാൻ പോകുന്ന സമയം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരില്ലേ ചില സമയത്ത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ അതൊക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വായിക്കുക, എഴുതുക, ഇനിയിപ്പോൾ ഒന്നും വേണ്ട നമ്മൾ ഫാമിലിയിലെ കാര്യം, കുട്ടികളുടെ ഹസ്ബൻഡിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒന്നും നോക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കില്ലേ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യത്തിനൊക്കെ നമുക്ക് എക്സ്ട്രാ ടൈം വേണം, അവരെ പഠിപ്പിക്കണം, അവരെ കാര്യങ്ങളൊക്കെ നോക്കണം, അവർക്ക് വേണ്ടത് ഉണ്ടാക്കണം, അതിനൊന്നും എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ കൊടുക്കാനൊന്നും സമയം എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ എല്ലാം പോട്ടെ, നമ്മളെ കാര്യത്തിൽ നമ്മളെ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും വീട്ടിലുള്ള ഡെയിലി നമ്മളെ എന്താ പറയുക ഒരു ഒരുങ്ങലും കാര്യം അതിനൊന്നും സമയം കിട്ടാത്തവർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഈസി വേ ആണ് കേട്ടോ അത്. പങ്കെടുത്തിനൊക്കെ നമുക്ക് ഒരുപാട് ടൈം കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ പിന്നീട് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്.
നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും അവർക്ക് വൈകുന്നേരം വന്നാൽ കഴിക്കാനും അങ്ങനത്തെ അവരുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നമ്മളും ഫ്രീ ആകാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓർഡറിൽ ചെയ്യുകയാണെങ്കിലല്ലേ ഇങ്ങനെ ലാഗായിട്ട് പോവാതെ വേഗം പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല ഉഷാറായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എടുക്കുക, അല്ലാത്തവർ ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്താ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പം ഹസ്ബൻഡൊക്കെ ഗൾഫിലാണ് ചിലർ, ഞാൻ എല്ലാവരും അല്ല പറയുന്നത്. പിന്നെ അല്ല ഡ്യൂട്ടിക്ക് രാവിലെ നമ്മളെ വീട്ടിൽ നിന്ന് ആണുങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തിനാ അപ്പം നേരത്തെ പണിയൊക്കെ തീർക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. സമയം പോകാത്ത അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പണികളൊക്കെ തീർക്കുക. ഈ പണി തീരുന്നില്ല, ഒരിക്കലും തീരുന്നില്ല, എന്താ തീരാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ചവരെയൊക്കെ പണിയെടുക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വേഗം തീർക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കട്ടോ. നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു മാറ്റം തന്നെയായിരിക്കും. ഇതാ ഞാൻ എൻ്റെ പണികളൊക്കെ ലിവിങ്, ബെഡ്റൂം, ഹാളിൽ എന്തായാലും ടേബിളിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ റെഡിയാക്കലാണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈദ് ഷോപ്പിംഗ് ഉണ്ടെന്ന്. ഭയങ്കരമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമല്ല, എന്നാലും ഒന്ന് പോകണം, ഒന്ന് ഒരു പുറത്ത് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം നമുക്ക് ഒന്നുകൂടെ എനർജി കൂടും കേട്ടോ. പിന്നെ ഒരു കാര്യമല്ലേ, അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായി. എനിക്കൊരു ഇപ്പോൾ എന്നൊന്നും നമ്മളിങ്ങനെ എനർജറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഉഷാറായിട്ടോ ഒന്നും ഉണ്ടാവില്ല. ചില ദിവസം നമുക്ക് ഇപ്പോൾ എനിക്കാണെങ്കിലും മൂഡ് ഓഫ് ആയിട്ടുള്ള വെറുതെ ഒരു കാരണം ഉണ്ടാവില്ല, മൂഡ് ഓഫ് ആയിട്ടുള്ള ദിവസങ്ങളുണ്ടാവും. എന്നാൽ ഒരു യാത്രയൊക്കെ നമുക്ക് അടുപ്പിച്ച് ഒരടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷാറുമായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളൊക്കെ അതൊന്നും ഇല്ലാത്ത ദിവസങ്ങൾ ചിലപ്പോൾ ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ താനേ വരുന്നതായിട്ട് കാണാം കേട്ടോ. ഒരു ഉഷാറില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാം, എനിക്ക് പറ്റുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റഫീഖാനൊന്ന് സെറ്റാക്കും. അത് വൈകുന്നേരം ഒന്ന് ടൗണിൽ പോകണേ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് വീട്ടിൽ പോവാണ്, അല്ലെങ്കിൽ ഏട്ടത്തിൻ്റെ വീട്ടിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒന്ന് ടൗണിൽ പോവാണ്. വെറുതെ ഒറ്റക്കല്ല, ആരെങ്കിലും എനിക്കിഷ്ടമുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് വെറുതെ ഒന്ന് കറങ്ങാൻ പോകും. അപ്പോൾ അങ്ങനെ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എനിക്ക് എഡിറ്റിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും വീട്ടിൽ കുറേ പണികളുള്ളൊരു ദിവസം എഡിറ്റിംഗ് ഉണ്ട്. അന്ന് എന്താ പറയുക, ടൈറ്റ് ഷെഡ്യൂളേക്കും. പക്ഷേ ഞാൻ നല്ല മടിയും ഉണ്ടാവും. എന്നാൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ നമുക്ക് നല്ല മടിയുണ്ടാകും അന്നത്തെ ദിവസം. അപ്പം ഞാൻ രാവിലെ അങ്ങ് ചിന്തിക്കും, വൈകുന്നേരം ജസ്റ്റ് റഫീഖാനോട് ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ പറയും, ഇങ്ങനെ വൈകുന്നേരം ഒന്ന് ടൗണിൽ കൊണ്ടുപോകണേ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പോകണേ, അല്ലെങ്കിൽ ഞാൻ ടൗണിലേക്ക് വരാം, അവിടെ ഉണ്ടാവണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെക്കും രാവിലെ തന്നെ, അല്ലെങ്കിൽ തലേ ദിവസം തന്നെ. അപ്പില്ലേ രാവിലെ ആ കാര്യം ഞാൻ ഈ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് വൈകുന്നേരം വരെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. അപ്പോൾ അതാട്ടോ പറഞ്ഞത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതല്ല എന്ത് കാര്യമായാലും ചിന്തിച്ച് കഴിഞ്ഞാലില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ദിവസം പോകുന്നതായിട്ട് കാണാൻ പറ്റും. മൂഡ് ഓഫൊക്കെ മാറി നല്ല എനർജറ്റിക് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മളെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും ഉണ്ട്, തീർന്നിട്ടൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ കുറച്ച് ഒരു ഒതുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോൾ ഇന്നില്ലേ സാധാ ചെയ്യുന്നതിലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ രാവിലെ അടിച്ചു വരാൻ എനിക്ക് സമയം അങ്ങനെ കിട്ടലൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിളാണ്. പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ മാങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാങ്ങ എടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുമ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങ എടുക്കുക കേട്ടോ. നമ്മളെ മല്ലിക മാങ്ങ, പിന്നെന്താ വെങ്കരപ്പള്ളി എന്നൊക്കെ പറയില്ലേ, റഫീഖ പറയുന്നത് കേൾക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ നമുക്ക് കിട്ടലുണ്ട്, ഇങ്ങനെ കാമ്പുള്ള. അപ്പോൾ ഈ കോമാങ്ങ അങ്ങനത്തെ മാങ്ങല്ലേ ഇങ്ങനെ കറയൊക്കെ ചോക്കുന്ന അതൊന്നും എടുക്കരുത്. നല്ല ടേസ്റ്റുള്ള മാങ്ങ, അത് ഏതായാലും വീട്ടിലുണ്ടായ മാങ്ങയാലും കുഴപ്പമില്ല, മധുരമുള്ള ടേസ്റ്റുള്ള മാങ്ങ. അപ്പോൾ ഇതിപ്പോൾ മല്ലിക മാങ്ങ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ടെണ്ണമൊന്നും ആവശ്യമില്ല, ഒന്ന് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ കട്ടാക്കി വെച്ചു. അപ്പം ഞാൻ തേങ്ങ ചിരകി ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫീഖക്ക് ഈ ഇളയ തേങ്ങയല്ലേ, അധികം മൂക്കാത്ത തേങ്ങ കൊണ്ട് പുട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ പറിച്ച് കട്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കട്ടാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ചിരകിയെടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ എനിക്ക് പുട്ടിൽ നല്ല തേങ്ങ വേണം. ഷെറഫിക്കക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ ഗ്യാസ് കയറും.
തേങ്ങ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ തേങ്ങ ഉണ്ടാക്കാൻ വേണം, അല്ലാതെ നമുക്ക് ആവി കയറുക അങ്ങനത്തെ പ്രശ്നം അത് ഇങ്ങനെ ടൈറ്റായി പോകില്ലേ. പക്ഷേ കഴിക്കുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. എനിക്കാണെങ്കിൽ നല്ലോണം വേണം താനും. ഇങ്ങനെ കുറച്ചിട്ട് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. എന്നിട്ട് റഫീഖക്ക് കുറച്ചിട്ടാൽ മതി എന്ന് പറയും. എന്നാലും ഞാൻ എൻ്റെ അളവിന് ഇടും കേട്ടോ. എന്നിട്ട് ആ തേങ്ങയും കൂടെ ഞാനാട്ടോ കഴിക്കുക. എനിക്ക് പുട്ടിൽ നിറച്ച് തേങ്ങയുള്ള പുട്ടാണ് കേട്ടോ ഇഷ്ടം. വെറുതെ പുട്ടും കട്ടൻ ചായയും ഇഷ്ടമാണ്. പിന്നെ ഈ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ അതിൻ്റെ കൂടെ കട്ടൻ ചായ പാൽ ചായ എന്ത് ചായ ആയാലും ചായ കുടിക്കും കേട്ടോ, മധുരം ഇട്ടിട്ടുള്ള. അതൊരു നല്ല കോമ്പിനേഷൻ അല്ലേ. പുട്ട്, അതുപോലെ തന്നെ ഉപ്മാവ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ. അല്ലാത്ത പത്തിരി, ദോശ അതിനൊന്നും നമ്മൾ ചായ കുടിക്കില്ല കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നിർബന്ധമില്ല നമുക്ക് ആർക്കും. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഇന്ന് പൊതുവേ ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ തീർത്തു. അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് വന്നപ്പോൾ 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിലേക്ക് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുറച്ചൊരു തലേ ദിവസം കുറച്ച് വൈകി കിടന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് 4 മണിക്ക് എണീറ്റ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ക്ഷീണമാകുമ്പോൾ അങ്ങനെ പറ്റൂല. അന്നത്തെ ദിവസം പിന്നെ മൊത്തം തലവേദന വരിക അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് സമയം കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വൈകിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും ക്ലീനിങ് തീർത്തതുകൊണ്ട് തന്നെ അതാണ് കിച്ചണിലേക്ക് വരാൻ സമയമായത്. ഇപ്പോൾ ഇതാ ഇനിയിപ്പോൾ റഫീഖക്കുള്ള പുട്ടും മാങ്ങയും എല്ലാം കൊടുക്കട്ടെ, പോകാൻ സമയമായിട്ടുണ്ട്. ഈ പുട്ടുപൊടി ഞാൻ പത്തിരിപ്പൊടി വാട്ടിയിട്ടുണ്ടാക്കുന്ന പുട്ടില്ലേ, അതാണ് നല്ല സോഫ്റ്റ് ആട്ടോ പുട്ട്. അങ്ങനത്തെ ആ ഒരു ടൈപ്പുള്ള പുട്ട് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ട് റെസിപ്പി നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പുട്ട് കിട്ടും കേട്ടോ. അജ്മി പുട്ട് അടിപൊളിയാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് നമ്മൾ പൊടി കയ്യിലുണ്ടെങ്കിൽ ഈസിയാണ്. പക്ഷെ ഞാൻ ഈ ഒരു പുട്ടാട്ടോ ഉണ്ടാക്കുക. ഇതിനൊരു ഫ്ലേവർ, ഒരു ടേസ്റ്റ് കൂടുതലാട്ടോ ഈ ഒരു പുട്ടിന്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അപ്പോൾ വാവ ചപ്പാത്തി ആട്ടോ കഴിക്കുന്നത്. ചപ്പാത്തി മീൻകറി ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ടും മാങ്ങയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ പപ്പടവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ. പപ്പടം ഇപ്പോൾ ഫ്രൈ ചെയ്തതല്ല കേട്ടോ, പപ്പടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തതാണ്. മുന്നേ നമ്മൾ പായസത്തിലേക്ക്, ചെറുപയർ പായസത്തിലേക്ക് പപ്പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പപ്പടം വാങ്ങൂല, അത് മറന്നു പോകും. അത് ഒരു ശീലമില്ല, അതുകൊണ്ട് അത് മറന്നു. ചിലർ പറയും പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായേനെന്ന്. പക്ഷേ നമുക്കത് തോന്നൂല കേട്ടോ. കാര്യം കഴിക്കാനിഷ്ടമാണ്, പക്ഷെ അത് അത്ര നമ്മൾ വാങ്ങലില്ല. വല്ലപ്പോഴും വിരുന്നുകാർ വന്നാലും നമ്മൾ മറക്കും കേട്ടോ, വല്ലപ്പോഴൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ആ പായസത്തിലേക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ ബാക്കി അവിടെ ഇരുന്ന് ആയി പോകുന്ന തോന്നിയപ്പോൾ നല്ല ചോറിലേക്ക് പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് 2 ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ പുട്ടിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു മൊത്തത്തിലുള്ളൊരു കോമ്പിനേഷൻ അടിപൊളിയാണ്. നല്ല പഴുത്ത മാങ്ങ എടുക്കണം കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങ എടുക്കണേ. പിന്നെ വാവ ചപ്പാത്തി കഴിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ രാത്രിയും ചപ്പാത്തിയാണ്, രാവിലെയും ചപ്പാത്തിയാണ് അധികവും കഴിക്കുക. പിന്നെ ഇപ്പോൾ ഒരു കഷ്ണം പുട്ട് കഴിച്ചു കേട്ടോ, കുറച്ച് മാങ്ങയും കഴിച്ചു. എന്നാലും അധികവും ചപ്പാത്തി തന്നെയാണ്. കാലുവേദന കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വെയിറ്റ് കുറക്കാൻ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാട്ടോ. കാരണം വേറുള്ളത് കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കഴിച്ചു പോകുമല്ലോ ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇഷ്ടമുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ മെയിൻലി ചപ്പാത്തി തന്നെയാണ്. ഉച്ചക്കല്ല കേട്ടോ, രാവിലെയും രാത്രിയിലും. രാത്രി നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ രാവിലെ ഞാൻ കഴിക്കും, വീഡിയോ ഒന്നും ഇല്ലാത്ത ദിവസം, അതായത് നമുക്ക് റെസിപ്പി ഒന്നും എടുക്കേണ്ടാത്ത ദിവസം ഞാൻ കഴിക്കും. പക്ഷെ റഫീഖക്ക് തീരെ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാക്കണം. പിന്നെ ഇപ്പോൾ വേഗം മുറ്റമൊക്കെ നടിക്കട്ടെ. നമ്മൾ പുല്ലിൽ ഈ ബോഗൺവില്ലേൻ്റെ പൂവില്ലേ, മഴയത്ത് തൊഴിഞ്ഞിട്ട് നല്ല മോശമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പെരുന്നാളടുപ്പിച്ച് ഇനിയിപ്പോൾ ആയി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ചെയ്ത് വരുന്നുണ്ട്, ചെടിയിലും അങ്ങനെയൊക്കെ. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന്
വേഗം അടിച്ച് വാരട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇത് മുറ്റടിക്കുന്നത് രാവിലെ ചെയ്യലുണ്ട്. ഇന്നിപ്പോൾ അകത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഇതവിടെ പെൻഡിങ് വന്നതാണ് കേട്ടോ. പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊന്നും ഇപ്പോൾ വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ എന്താ പറയുക, വലിയ മഴ ഇടയ്ക്കുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല കേട്ടോ. വെയിലും ഉണ്ട്, കുഴപ്പമില്ല, നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ പെരുന്നാളിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാനായി. നിങ്ങളെ പെരുന്നാൾ ഒരുക്കങ്ങൾ എന്തെല്ലാമായി, എവിടെ വരെ എത്തി എന്നൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. നമുക്ക് വീട് ക്ലീൻ ചെയ്യാനും പെരുന്നാളൊക്കെ വരുമ്പോൾ നമുക്കൊരു ഉഷാറല്ലേ, വീടും പരിസരവും ഒക്കെ ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ. ഇപ്പോൾ മഴയായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. മഴയത്ത് നമുക്ക് ആ ഒരു ഉഷാർ കിട്ടില്ലല്ലോ. പക്ഷേ ആ വെയിലും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ എല്ലാവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഞാൻ നിങ്ങൾ കമൻ്റ് എല്ലാം വായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോക്ക് യാത്ര ഒക്കെ ആയതുകൊണ്ട് വീട്ടിലും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ പണികളും അങ്ങനെയൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെരുന്നാളും കൂടെ വരികയല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തീർക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അതിൻ്റെ ഇടയിലൂടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ റിപ്ലൈ തന്നിട്ടില്ല, ആർക്കും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ സോറി. പിന്നെ ഇനി പെരുന്നാളും അങ്ങനത്തെ അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ ഒക്കെ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ തരുന്നതാണ് കേട്ടോ. നിങ്ങളാരും കമൻ്റ് ഇടാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈദ് സ്പെഷ്യലായിട്ടുള്ള പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചെറിയൊരളവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 ലിറ്റർ പാലിൽ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതായത് 2 പാക്കറ്റ് പാൽ. ഇപ്പോൾ ഉരുളിലേക്ക് ഞാൻ 2 പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ. ഞാനിതിലേക്ക് ഇപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇളനീർ പായസമാണ് കേട്ടോ. ഇത് നിങ്ങൾക്കില്ലേ ഒരു ഡെസേർട്ട്, അതായത് പുഡിംഗ് ആയിട്ടും അതുപോലെ തന്നെ പായസമായിട്ടും നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ മധുരം പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറക്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയില്ലേ, ഈ പാലൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതായത് 1 ലിറ്റർ പാൽ ഒരു 3/4 ലിറ്ററായിട്ട് മാറണം കേട്ടോ. ആ ഒരു രീതിയിൽ ഒന്ന് വറ്റി വരണം. ഒരുപാടങ്ങ് ഒരു 1/2 ലിറ്ററൊന്നും ആയിട്ട് വറ്റേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3/4 ലിറ്റർ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. നമ്മളെ പാലിൻ്റെ ആ ഒരു കളർ തന്നെ ചേഞ്ച് ആവും കേട്ടോ വറ്റി വരുന്ന സമയത്ത്. അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഒന്നും ഇരിക്കണ്ട, അടി പിടിക്കുന്നത് നോക്കുക. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾ വറ്റിച്ചെടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഒരുപാടങ്ങ് വറ്റി പോകരുത്. ഞാൻ പറഞ്ഞ ആ ഒരു അളവിന് ചെയ്തെടുത്താൽ മതിയേ. ഇനിയിപ്പോൾ നമ്മൾ ഇളനീർ പായസമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇളനീർ എടുത്തിട്ടുണ്ട് 2 സൈസിലുള്ള. ഇതില്ലേ ഒരു ജെല്ലി ടൈപ്പിലുള്ള ഇളനീരാണ് ഇത്. ഒരു ഇളനീറിൻ്റെ കാമ്പാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ആ ഇളനീറിൻ്റെ തൊലിയോട് ബാക്ക് ഭാഗം ചേർന്നിട്ടുള്ള ആ ഒരു മെറൂൺ ഭാഗമല്ലേ, അത് അതിലുൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റി എടുക്കണം കേട്ടോ, ഒന്ന് ഒഴിവാക്കിയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ കളർ ചേഞ്ച് ആവുമേ. പിന്നെ അത് ഇളനീറിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് കട്ടിയുള്ള ഇളനീറും കൂടെ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയാവരുത്, എന്നാലും ചെറുതായിട്ടൊന്ന് കട്ടിയുള്ള അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഈ ഒരു ഇളനീറിൻ്റെ കാമ്പ് അത് 2 എണ്ണത്തിൻ്റെ ഉണ്ട് കേട്ടോ. ഈ ഒരു കട്ട് ചെയ്ത് വെച്ചത് 1 എണ്ണത്തിൻ്റെ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ, ഈ കട്ട് ചെയ്ത് വെച്ചത്. മറ്റേത് 2 എണ്ണം തന്നെ മതി. അത് ഒന്ന് കട്ടാക്കി എടുത്ത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇളനീരിൻ്റെ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അരച്ചെടുക്കാൻ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതിയേ. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് വരട്ടെ, തരിയൊന്നും ഉണ്ടാകണ്ട. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പാല് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കൊന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതൊരു 3/4 ലിറ്ററോളം ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അത്ര ഇത് നിങ്ങൾ ആ കളറ് നോക്ക്, ആ ഒരു ക്രീമി കളറായില്ലേ. ഇനി അതിലേക്ക് മധുരം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുക്കട്ടെ. ബാക്കി ഞാനത് മിൽക്ക് മെയ്ഡ് എന്തായാലും കുറച്ച് ചേർത്ത് കൊടുത്തോ കേട്ടോ, ഒരു 1/4 കപ്പൊക്കെ ഈ ഒരു അളവിലേക്ക് ചേർത്ത് കൊടുത്തോ. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് എല്ലാം ഇളനീറും പാലും മിൽക്ക് മെയ്ഡും എല്ലാം കൂട്ടി എടുക്കുക കേട്ടോ. ഈ ഒരു അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂട്ടി എടുത്താൽ മതി. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മധുരം ഒന്ന് ഞാൻ കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇളനീരൊക്കെ ചേർത്തിട്ട് മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
മൊത്തത്തിലൊന്ന് മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇളനീരിൻ്റെ മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഒന്ന് തിളച്ചോട്ടെ. അതിനുശേഷം നമ്മൾ ഇളനീരിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓവർ അങ്ങ് തിളക്കണ്ട കേട്ടോ, മൊത്തത്തിൽ ഒന്ന് തിളച്ച് വന്നാൽ മതി, ഒരുപാട് ഇട്ട് തിളപ്പിച്ചെടുക്കരുത്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർക്കാനുണ്ട്, എന്നിട്ടൊരു ചെറിയൊരു തിള വന്നാൽ മതി കേട്ടോ, തിളപ്പിച്ചിരിക്കരുത്, ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവുക അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ. ഇനി നമ്മൾ ഇളനീരിൻ്റെ കാമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതില്ലേ ഒരു ഇളനീരിൻ്റെ, അത് ചേർത്ത് കൊടുത്തു. അതും നിങ്ങൾ എന്തായാലും 2 ഇളനീരിൻ്റെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കടിക്കാൻ ഒന്നുകൂടെ കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ, ഒന്നുകൂടെ ആവാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കുറഞ്ഞ ഏറ്റവും കുറവ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, അതാണ് ക്വാണ്ടിറ്റി കൂടുതൽ. ഒരു 1/4 ടീസ്പൂണെല്ലാം മതിയേ. പിന്നെ 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മധുരമൊക്കെ ഒന്ന് ബാലൻസായി നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഇത്രയും മതി. അപ്പം ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ തിളച്ച് വന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു, ഇടേണ്ട കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മധുരമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി, ഓഫാക്കി കൊടുത്തു. അപ്പോൾ ഇത് കണ്ട ഈ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ മതി കേട്ടോ. മധുരം എല്ലാം ഒന്ന് നോക്കിയാൽ മതി. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കണമെങ്കിൽ ലൂസാക്കി കൊടുക്കാം കേട്ടോ, ഇത്രയും ടൈറ്റാക്കി എടുക്കണ്ട, ലൂസാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ടൈറ്റിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസ് ആവുകയും ചെയ്യേണ്ട, കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഡെസേർട്ട് പോലൊക്കെ നമുക്ക് കഴിക്കാമെന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ലൂസാക്കിയിട്ടും കൊടുക്കരുത് കേട്ടോ. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കുറച്ച് പച്ച നെയ്യ് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത്രേ ആവശ്യമുള്ളൂ. അതിൻ്റെ ഒരു കാഷ്യൂനട്ടും കിസ്മിസിൻ്റെ ആ ഒരു വറവ് ടേസ്റ്റ് ഒന്നും ഇതിന് വലിയൊരു ടേസ്റ്റ് കൊടുക്കില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളല്ലേ, നല്ല എന്താ പറയുക, നല്ല കിടിലൻ ടേസ്റ്റുള്ള ഇളനീർ പായസമാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചെറിയൊരു അളവിൽ നിങ്ങൾ ആദ്യം ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് വേണം കേട്ടോ നമ്മൾ എന്ത് സംഭവങ്ങളും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാട്ടോ ഇപ്പോൾ ഉള്ളത്, ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ചൂടോടെ ഒരിക്കലും ഈ പായസം കഴിക്കരുത് കേട്ടോ. പുറത്ത് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ തണുപ്പിച്ചിട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും ആ ഡെസേർട്ട് നല്ലൊരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മഴയാണോ വെയിലാണോ ഉണ്ടാകുക എന്ന് പെരുന്നാളിന് അറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് 2 രീതിയിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇന്ന് അകമൊന്നും തുടക്കുന്നില്ല, കിച്ചണും വർക്ക് ഏരിയയും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകാനുണ്ട്, പുറത്ത് പോകാനുണ്ട് എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്കൊക്കെ പോവാം. പിന്നെ ഞാൻ കുറേ അധികം വെറൈറ്റി പായസങ്ങൾ കാണിച്ചിട്ടുണ്ട്, റൈസ് റെസിപ്പി കാണിച്ചിട്ടുണ്ട്, എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിപ്പോൾ എസ് ഭാരതിലാണ് കേട്ടോ വന്നിട്ടുള്ളത്, നമ്മൾ വയനാട്ടിലെ എസ് ഭാരതിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു കട്ട് ചെയ്തിട്ടുള്ള ക്ലോത്ത് എടുക്കുക എന്നുള്ള നിലക്ക് അതിനുള്ളൊരു ഷോളൊക്കെ നോക്കലാണ് കേട്ടോ. പക്ഷേ തുണി കിട്ടുമ്പോൾ, ചുരിദാറിനുള്ള ക്ലോത്ത് കിട്ടുമ്പോൾ അതിലേക്ക് ഷോള് കറക്റ്റായിട്ട് വരുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ ഷോളൊന്ന് ട്രൈ ചെയ്ത് നോക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കിട്ടിയിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എടുക്കുന്നത് എനിക്ക് ഇങ്ങനെ വീട്ടിലിടാനൊരു കഫ്താൻ എന്താ പറയുക ഫുൾ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ചുരിദാറിന് വേണ്ടിയിട്ട് ഈ ഒരു റെഡ്, എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിലൊരു റെഡ് ചുരിദാർ എപ്പോഴും ഉണ്ടാവലുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടില്ല കേട്ടോ, അത് പഴയതായിട്ട് ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഒരു റെഡ് ചുരിദാർ വേണം എന്ന് വിചാരിച്ചു, അങ്ങനെ അതെടുത്തിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലൊരു മോഡലുണ്ട്, അപ്പോൾ അതിനെ നോക്കിയിട്ട് തയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഷോളിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡിലൂടെ കൊടുക്കില്ല, ഒരു ബോർഡർ, ഒരു ലൈന്, ഒരു ലേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇതും കൂടെ നോക്കിയെടുക്കട്ടെ. അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ഷോപ്പ് ചെയ്യാനില്ല. എൻ്റെ ഡ്രസ്സ് പിന്നെ വാവക്കുള്ളതൊക്കെ ഞാൻ മുന്നേ എടുത്തു കേട്ടോ. നമ്മൾ മച്ചുവിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടൊക്കെ ഷോപ്പിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്ത് ഞാൻ വാവക്കുള്ളതൊക്കെ എടുത്തു, റഫീഖക്കുള്ളത് എടുത്തു. ഇപ്പം എൻ്റെത് ഒന്ന് പെൻഡിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ എടുക്കലാണ്. സമയമുണ്ടെങ്കിൽ, തയ്ക്കാൻ ആളും ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഡ്രസ്സുകൾ.
അങ്ങനെ ഇപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഏട്ടത്തിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ അവർക്ക് പായസമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് നമ്മൾ എടുത്ത് ഒന്ന് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തന്നു അവിടെ നിന്ന്. അപ്പോൾ ഇതാ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട്, തയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു കഫ്താൻ മോഡലിൽ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത് ശരിക്കും വന്നത് ക്രേപ്പ് മെറ്റീരിയലാണ്. ക്രേപ്പിൽ തന്നെ പല രീതിയിലും വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രേപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ക്ലോത്തും നല്ല ഇഷ്ടമായി, നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചു നോക്കിയതാണ്. ഒന്ന് തയ്ച്ചിട്ട് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ 3 മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 മീറ്റർ വേണം, നമ്മൾ കഫ്താൻ ടൈപ്പ് അല്ലേ, ഇങ്ങനെ ലൂസായിട്ടൊക്കെ അല്ലേ തയ്ക്കുന്നത്, അതുകൊണ്ടാണേ. പിന്നെ നിങ്ങൾക്ക് എത്ര ലൂസ് വേണം അതിനൊക്കെ അനുസരിച്ച് ക്ലോത്ത് കൂട്ടിയെടുക്കണം. പിന്നെ നമ്മൾ കൈയൊക്കെ ഫുള്ള്, ഇപ്പം ഞാൻ കൈ ഹാഫാണ് അതിന് തയ്ക്കുന്നത്, ഇന്നറിട എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനൊക്കെ നോക്കിയിട്ട് നമ്മൾ കൂട്ടിയെടുക്കണം കേട്ടോ. കഫ്താനൊക്കെ തയ്ക്കുന്ന സമയത്ത് ക്ലോത്ത് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അവരോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റെഡിലൊരു ഗോൾഡൻ ഒരു ഗോൾഡൻ എംബ്രോയ്ഡറി വരുന്നേ. അപ്പോൾ ഇതിന് മീറ്ററിന് 388 വരുന്നുണ്ട് കേട്ടോ, മീറ്ററിന് റേറ്റ്. അപ്പം അങ്ങനെ എൻ്റെ കയ്യിലൊരു, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലൊരു ചുരിദാറുണ്ട്, അത് ആ ഒരു മോഡലിലാണ് ഞാൻ തയ്ക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് 2 മീറ്റർ മതി കേട്ടോ. പിന്നെ പാൻറ്റിന് എടുത്തത് സെയിം അല്ല, റെഡാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു സെയിം അല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അതിൽ പ്രിൻറ്റ് വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്, കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 2 മീറ്റർ തന്നെയാണ് പാൻറ്റിന് എടുത്തിട്ടുള്ളത്. അത് അത്ര റേറ്റ് ഇല്ല കേട്ടോ, 100 സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഷോളിന് എടുത്തിട്ടുള്ളത് പ്ലെയിൻ റെഡ്, ഇങ്ങനെ ഷിഫോൺ ഷോളില്ലേ, സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോളാട്ടോ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുന്ന അങ്ങനത്തെ അല്ല, എന്നാൽ കുഴഞ്ഞ് കിടക്കുന്നതാണ് താനും, ഒട്ടിപ്പിടിക്കുന്ന അങ്ങനത്തതല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ലേസ് കണ്ട, ഈ ഒരു ലേസാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആ ഒരു വർക്കിൻ്റെ ആ ഒരു കളർ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തയ്ച്ച് കിട്ടിയിട്ട് നോക്കാം അതെങ്ങനെയുണ്ട്. നമുക്ക് ക്ലോത്ത് വാങ്ങുമ്പോൾ അങ്ങനല്ലേ, ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടൂലല്ലോ, ഇങ്ങനെ ആയി വരും എന്ന് തയ്ച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞാനിത് ഈദ് വ്ളോഗിലാട്ടോ നിങ്ങളെ തയ്ച്ചിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത് വേഗം ഒന്ന് തയ്ക്കാൻ കൊടുത്തു കേട്ടോ. പിന്നെ കാരണം ആൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവിടെ തിരക്കാവും, അതുകൊണ്ടാണ് വേഗം കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ടൗണിലേക്ക് വന്നു. എനിക്ക് വാക്കുള്ള ഫുഡൊന്നും ആക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ടൗണിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടാ നമുക്ക് എല്ലാവർക്കും പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഹോളിഡേയ്സിൽ വന്നതാണ് കേട്ടോ. നമ്മൾ കൽപ്പറ്റയിലുള്ള ഹോളിഡേയ്സിൽ വന്നതാണ്. പിന്നെ കുട്ടികൾക്ക് വേറൊരു ഷോപ്പിംഗ് കൂടെ ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട്, കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫുഡും പുറത്തുനിന്ന് കഴിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയാണ് നമ്മൾ കഴിക്കുന്നത്. ഞാനും കുഞ്ഞുമോനും എന്ന് പറയുന്ന ഏട്ടത്തിൻ്റെ മോനാണ്, ഞാനും കുഞ്ഞുമോനും തനും ഹവ്വയും ബിരിയാണിയാണ്. പൂമോളും ഏട്ടത്തിയും സദ്യയാണ് കേട്ടോ കഴിക്കുന്നത്. മുഹമ്മദിന് വിശന്നിട്ട് രക്ഷയില്ല കേട്ടോ. ഓൻ ഉറങ്ങിയതായിരുന്നു. ഉറങ്ങിയപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ട് കച്ചറാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വരുമ്പം ഫുഡ് കിട്ടാൻ കുറച്ച് സമയമാവില്ലേ, ഞങ്ങളെ ഫുഡ് പിന്നെയും കിട്ടി. അവർ സദ്യ ആയതുകൊണ്ട് അവർക്ക് പിന്നെയും സമയം എടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് കച്ചറാക്കിയിട്ട് ഫോണ് കാണിച്ചു കൊടുക്കാം കേട്ടോ. അവർ ഫുഡ് വരുന്നവരെ ഒന്ന് അടങ്ങിയിരുത്താൻ വേണ്ടിയിട്ട് ഓന് നമ്മളെ റൈസെല്ലാം കാണുമ്പോൾ ആകെ പ്രശ്നമാക്കുന്നുണ്ട്. പക്ഷെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഓന് കംപ്ലീറ്റ് അങ്ങനെ നന്നായിട്ട് കഴിക്കില്ല. 1 വായ 2 വായൊക്കെ കഴിച്ചിട്ട് പിന്നെ കഴിക്കില്ല. സാധാ ചോറ് കൊടുത്താൽ അത്യാവശ്യം കഴിച്ചോളും എന്ന് വിചാരിച്ചിട്ട് ഓന് ഇത് കൊടുത്താൽ പിന്നെ മറ്റേത് കഴിക്കുകയില്ല. അപ്പോൾ അങ്ങനെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അവർക്കുള്ള സദ്യയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഹോളിഡേയ്സിൽ കൽപ്പറ്റ ഹോളിഡേയ്സ് എപ്പോൾ ചെന്നാലും സദ്യയും ഉണ്ടാവും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമില്ല, ഭയങ്കരമല്ല, എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കറികളൊക്കെ, കുഴപ്പമൊന്നുമില്ല. ബിരിയാണിയും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണി കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് വന്നപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്ത ഞങ്ങൾക്ക് സദ്യ കണ്ടിട്ട് കൊതി അടക്കാൻ പറ്റുന്നില്ല. സദ്യ കഴിക്കുന്ന അവർക്ക് ഞങ്ങളെ ബിരിയാണി കണ്ടിട്ടും അതും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ രണ്ടും ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കൽപ്പറ്റയിലൊക്കെ, വയനാട് കൽപ്പറ്റയിലൊക്കെ വരുന്നവർക്ക് അഫാസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെയും വെജിറ്റേറിയൻ ആണ്. അവിടെയും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. അവിടെയും നല്ല അടിപൊളി സദ്യ കിട്ടും കേട്ടോ, സൂപ്പർ സദ്യയാണ്. നമ്മൾ അവിടെ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന്. അതുപോലെ തന്നെ ഹോളിഡേയ്സിലും ഉണ്ട്. നോർമൽ ചോറും ഉണ്ട്, സദ്യ ഉണ്ട് കേട്ടോ. അപ്പോൾ മുഹമ്മദ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പപ്പടം കഴിക്കുകയാണ് കേട്ടോ. ആസ്വദിച്ചിരുന്നിട്ട് കാഴ്ചയൊക്കെ കണ്ടിട്ട് പപ്പടം കഴിക്കുകയാണ്. ഇപ്പം ഏകദേശം ഒന്ന് വയറ് ഫില്ലായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒന്ന് ഉഷാറായത്. ഞാനിവിടുത്തെ വോയിസ് ഇടാത്തത് ഇവിടെ പാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഹോട്ടലിൽ, അതുകൊണ്ടാണ് കേട്ടോ വോയിസും മ്യൂട്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞില്ലേ ഇവർക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടെന്ന്, അങ്ങോട്ടേക്ക് വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. മുഹമ്മദ് എന്താ നോക്ക്, അടച്ചോ മുഹമ്മദേ, ആരതാ അതിലെന്നെ മാറിക്കോ ഹബ്ബ, നമുക്ക് ഓനെന്താ കാണിക്കുന്നത്, ഓൻ കയറട്ടെ, കയറോ സ്വന്തം കയറും. ആ കസേരയിൽ ഇരുന്നു. റെഡി. ചാർജറോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഞാൻ ചുണ്ടയിലേക്ക് വന്നു കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടെ. ഇനിയിപ്പോൾ രാത്രി റഫീഖ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലാണ് ഇനി പോവുള്ളൂ. ഒന്നുമില്ല, കുറച്ച് സമയം ഇവരുടെ കൂടെയൊക്കെ നിൽക്കുക, ഒന്ന് വെറുതെ ഒന്ന് ഫ്രീ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹവ്വ കുറച്ച് കച്ചറായി കേട്ടോ. എന്നിട്ട് പിന്നെ കരയാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം പിന്നെ അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ആൾ റെഡി ആയിട്ട് വന്നത്. ആ ഒരു ഗ്യാപ്പിൽ തനുത വണ്ടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. എന്താടാ മുഹമ്മദിന് ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, ഓന് ഇഷ്ടമാണ് വണ്ടി കയറി ഇരിക്കാൻ ഇഷ്ടമാണ്, ഓടിക്കാൻ അങ്ങനെയൊന്നുമില്ല, കയറി ഇരിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഇരുന്നാൽ അതിൽ നിന്ന് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കും, അത്രയേ ഉള്ളൂ. ഒന്നും അറിയാതെ മുഹമ്മദ് കൈ പോലും തൊട്ടിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നുപോകല്ലേ. അപ്പോൾ നമ്മൾ ഈദ് വിശേഷങ്ങളും ഒരുക്കങ്ങളും റെസിപ്പിയും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെസിപ്പീസൊക്കെ ഈദിന് ട്രൈ ചെയ്യാൻ മറന്നു പോകണ്ട, അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.